പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. പതിവ് പോലെ നമുക്കൊരുമിച്ച് ദൈവവചന ധ്യാനത്തിനായി കർത്താവിൻ്റെ പാദപീഠത്തിൽ കൂടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഒരു പുതിയ പ്രഭാതം കൂടെ, പുത്തൻ പുലരി കൂടി നമുക്ക് ദൈവം ദാനം ചെയ്തു. ആയുസ്സിനെ, ആരോഗ്യത്തെ, ബലത്തെ തന്ന് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ പരിപാലിച്ച് ഒരു പ്രഭാതം കൂടെ ബലത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ ദൈവം തന്ന സൗഭാഗ്യത്തിന് കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനചിന്തയിലേക്ക് കടക്കുന്നതിനായി ഒരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25, യോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ. നമുക്കറിയുന്ന വചനമാണ്. യോവേൽ പ്രവചനത്തിൻ്റെ ഇതിനകത്ത് ഒരു പ്രധാന വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നിവർത്തിയായ വാക്യമുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇത് നിവർത്തീകരിച്ച വാക്യമാണ്. ഇപ്പം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്യമാണ്, വചനമാണ്. ജോവേലിൻ്റെ കാലത്ത് ദൈവജനം ദൈവത്തിൽ നിന്നും പിന്മാറി അകന്നുപോയി, അന്യദേവന്മാരുടെ പുറകെ പോയപ്പം ജോവേലിൻ്റെ ആദ്യം പ്രവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിങ്ങളോട് ദൈവം അകന്നുപോയി. അകന്നുപോയ ജനത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങളൊന്ന് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. ഒരു പ്രവചന ശബ്ദമായി, ഒരു കാഹള മുഴങ്ങുന്ന ശബ്ദമായി ദൈവജനത്തോട് ഒരു പ്രവചനിക ദൂത് ദൈവം അറിയിക്കുകയാണ്. പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും തിന്നിട്ട്, പച്ചപ്പുഴു ശേഷിപ്പിച്ചതിനെ വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ തുള്ളൻ തിന്ന് ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു, ഇങ്ങനെ അങ്ങ് നശിച്ചു പോകുന്ന ആ വയല് ഇനിയില്ല. അതിൽ എഴുതി തീർന്നുപോയി എന്ന തരത്തിൽ നിർജ്ജനമായി പോയ സ്ഥലങ്ങൾ, ഇനിയും ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുപോലെയുള്ള ആ സ്ഥലങ്ങൾ, ഇനി ആ ജനങ്ങൾ, ആ വീതികൾ നിർജ്ജനമായി പോയി, മരുഭൂമിയായി പോയി. ഇനി മടങ്ങി വരാൻ പറ്റാത്തതുപോലെ, മടക്കിയെടുക്കാൻ പറ്റാത്തതുപോലെ സ്ഥലം ശൂന്യമായി പോയി. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിനകത്താണ് ദൈവജനത്തോട് ആർപ്പിട്ട് കാഹള ശബ്ദത്തോടെ പറയുക, മടങ്ങി വരൂ, ദൈവത്തിലേക്ക് മടങ്ങി വരൂ, പക്ഷേ ദൈവം കരുണ കാണിക്കുമായിരിക്കും. കേട്ട ജനം ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ മടങ്ങി വരാം, അല്ലെങ്കിൽ മറുതലിക്കാം. പക്ഷെ അന്ന് ജോവേലിന്റെ പ്രവചനം കേട്ട ആ ജനം മടങ്ങി വന്നു. നിനവേ പട്ടണത്തിൽ ജനം മടങ്ങി വന്നു. സോദോം ഗൊമോറയിൽ ജനം മറുതലിച്ചു. റിസൾട്ട് നമുക്കറിയാമല്ലോ. ഇസബേല് മറുതലിച്ചു. ഓരോ മറുതലിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ജോവേൽ ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനോട് പ്രവചിച്ചു. ഇസ്രായേൽ ജനം അനുസരിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ ജോവേൽ പറഞ്ഞു, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് മടങ്ങി വരട്ടെ, പുരോഹിതൻ വരട്ടെ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറട്ടെ, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുവിൻ. പറഞ്ഞതുപോലെ അവർ കേട്ടു. അവർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി. ഈ ഏറ്റവും അകത്ത് എത്ര ഭീകരമാണെന്ന് അറിയാനാ. മണവാളനും മണവാട്ടിയും ഉള്ളറയും മണയറയും വിട്ട് ഇറങ്ങി വന്ന് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി 8-ലും വെണ്ണീരിലും ഇവിടുന്ന് കരയുക. ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച ഒരിക്കൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. ദൈവം അത് കേട്ടു. തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെയും ദൈവം കൈവിട്ടിട്ടില്ല. ഇനി വചനം കേൾക്കുമ്പോൾ, ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരു വ്യക്തിയെയും ദൈവം കൈവിട്ടിട്ടില്ല. ഒരാളെ പോലും ദൈവം കൈവിട്ടിട്ടില്ല. ഇന്നും ദൈവം കൈവിടുകയില്ല. ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് താഴ്ത്തി പ്രാർത്ഥിച്ച ആ ജനത്തെ ദൈവം റിസീവ് ചെയ്തു, ദൈവം സ്വീകരിച്ചു. എന്നിട്ട് ആ നിനവേൽ ഒരു പാവക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിനവേ പട്ടണം ഒരുമിച്ച് തങ്ങളെ തന്നെ താഴ്ത്തി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ ഓർത്തു. എന്നിട്ടൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച അവരെ ദൈവം ഓർത്തിട്ട് അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയതുമില്ല. ഹല്ലേലൂയ. ഇവിടെ ഈ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അവരാബാലവൃത്തം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ യോവേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അടുത്ത അരുളപ്പാട് ജനത്തോട് വന്നു. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ വായിച്ചു കേട്ട വചനം. നമ്മൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നില്ലേ, ജ്വലിക്കും അവൻ കോപം ക്ഷണനേരം മാത്രം, എന്തെങ്കിലും ഉദിക്കും ഉഷസതിൽ, അതേ അവന്റെ ദയ തലമുറയോളം നിലനിൽക്കും. ഹല്ലേലൂയ. ആ ദയ ജനത്തിന് മേൽ കാണിച്ചു.
ജനത്തിന് മേൽ ദയ കാണിച്ചിട്ട് വായിച്ച ആ പിന്നെ തമ്പുരാൻ ജോവേൽ പ്രവാദികളിലൂടെ പറഞ്ഞൊരു വചനമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ ആ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അത് ഇമ്പോസിബിൾ ആണെന്ന് തോന്നും, പക്ഷെ തമ്പുരാനെ കൊണ്ട് കഴിയും. തീർന്നുപോയി, നശിച്ചുപോയി, ഇനി ഇല്ല, ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ഇടത്ത് അവിടെ തങ്ങളെ തന്നെ താഴ്ത്തിയ ജനത്തോട് പ്രവാചകങ്ങളിലൂടെ ദൈവം അവരോട് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മടക്കി തരിക, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരിക, നഷ്ടപ്പെട്ട ആ വയൽ മടക്കി തരിക, പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും തിന്ന് ശേഷിപ്പിച്ചുണ്ടല്ലോ ആ വയൽ മടക്കി തരാം. പക്ഷെ വേറൊരു കാര്യം ഇവിടെ പറയുന്നേ, നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ മടക്കി തരാൻ സാധ്യമാണോ? നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ മടക്കി തരാൻ കഴിയുമോ? കഴിഞ്ഞ 7 വർഷം സപ്പോസ് അങ്ങനെ ചിന്തിക്കുക, 7 വർഷം നഷ്ടപ്പെട്ടു, 7 വർഷം ബാരനായി, ഒരു ഫലവുമില്ലാതെ അങ്ങ് ശൂന്യമായി പോയി. കഴിഞ്ഞ 7 വർഷം നഷ്ടപ്പെട്ടു പോയെന്നിരിക്കട്ടെ, പക്ഷെ നഷ്ടപ്പെട്ടു പോയതിനെ വിട്ടു കളയുകയല്ല, ഇല്ലാതാക്കി കളയുകയല്ല, ആ സംവത്സരത്തിൽ ലഭിക്കേണ്ടതും കൂടെ കർത്താവ് മടക്കി തരിക. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം മടക്കി തരും. ഇന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം മടക്കി തരും. നീ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യേണ്ട ആ സംവത്സരങ്ങളുണ്ടല്ലോ, അത് നിനക്ക് മടക്കി തരും. തലമുറ ആ തലന്റെ സമയങ്ങളുണ്ടല്ലോ, അത് നിനക്ക് മടക്കി തരും. നീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ നിന്റെ ആയുസിനെ ആരോഗ്യത്തെ ഉണ്ടല്ലോ, അത് ദൈവം മടക്കി തരും. നിന്റെ നഷ്ടം എവിടെയാണോ ആ നഷ്ടത്തെ ദൈവം മടക്കി തരും. നഷ്ടത്തെ ദൈവം മടക്കി തരും. ഇത് ഇവിടെ ജോവേൽ കൂടെ പറയുന്ന ഇത് ഇമ്പോസിബിളാ. പച്ചപ്പുഴും വെട്ടികളിയും തുള്ളനും ഒക്കെ തിന്നു, അതിനി ഇല്ല. ആ വയലിന് കിട്ടത്തില്ല. വയലിന് അടുത്ത വർഷത്തെ വിള അത് ശരിയാക്കാം. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ നഷ്ടപ്പെട്ടു പോയതോ, കഴിഞ്ഞ വർഷമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ കൊയ്ത്ത്, നിനക്ക് ലഭിക്കേണ്ട കൊയ്ത്ത് ഇപ്പൊ നിനക്ക് മടക്കി തരും. ഈ വർഷം നിനക്കത് മടക്കി തരും. ഈ വർഷങ്ങളായിട്ട് നശിച്ചുപോയ കൊയ്ത്തുണ്ടല്ലോ, അത് ഈ വർഷം കർത്താവിലേക്ക് മടങ്ങി വന്ന ആ വർഷം നിനക്ക് മടക്കി തരും. കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പോൾ നിത്യത വരെ നിന്നെ മടക്കി എത്തിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. നിത്യത വരെ നിന്നെ തളരാതെ തകരാതെ കരത്തിന്റെ കീഴിൽ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ആ കരത്തിന്റെ കീഴിൽ താണിരിക്കണം. തന്നെ താഴ്ത്തി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ കരത്തിന്റെ കീഴിൽ അടിയുറച്ച് വിശ്വസിച്ച് നീ മുന്നോട്ട് യാത്ര ചെയ്തോ, അവിടെ എത്തുന്നത് വരെ, നിത്യരാജ്യത്തിൽ എത്തുന്നത് വരെ ഗ്ലോറി, നിത്യരാജ്യത്തിൽ എത്തുന്നത് വരെ കർത്താവ് കൈവിടാതെ ചേർത്ത് പിടിക്കും. കർത്താവ് ചേർത്ത് പിടിക്കും. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ജനത്തെ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം മടക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. നഷ്ടത്തെ ദൈവം ലാഭമാക്കി മാറ്റുന്നതിനായി സ്തോത്രം. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ദൈവം മടക്കി തരുത്തും. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതിനെ എല്ലാം ദൈവം മടക്കി തരുന്നതിനായി നന്ദി പറയുന്നപ്പാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം കൊണ്ടും മറക്കുന്നു. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനമുഖത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയെ നമ്മളെ പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.